നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കണക്കു ചോദിക്കുമെന്ന് ഉറപ്പായതോടെ പിണറായി വിജയൻ തന്റെ അവസാനത്തെ അടവും പുറത്തെടുത്തിരിക്കുകയാണ്. ഭരണപരാജയങ്ങളും അഴിമതി കഥകളും മറച്ചുവെക്കുവാൻ ഇത്തവണ മലയാളികളുടെ പ്രിയ താരം മോഹൻലാലിനെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ക്ലിഫ് ഹൗസിൽ അതീവ രഹസ്യമായി ചിത്രീകരിച്ച ഈ അഭിമുഖം പ്രഹസനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും PR സ്റ്റണ്ട് മാത്രമാണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൈക്ക് മാറ്റിവെച്ച് ഓടുന്ന ഇരട്ടച്ചങ്കൻ ഇപ്പോൾ സിനിമാ താരത്തെ വെച്ച് മുഖം മിനുക്കുവാൻ നോക്കുന്നത് ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള വെറും കഥ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഖജനാവിലെ പണമെടുത്ത് സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് വണങ്ങുന്നത് കണ്ടാൽ തോന്നും കേരളത്തിൽ ഇപ്പോൾ വലിയൊരു സിനിമാ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന്. മന്ത്രിയുടെ വ്യക്തിജീവിതവും രാഷ്ട്രീയ യാത്രകളും പുകഴ്ത്തിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങളാണ് മോഹൻലാൽ ചോദിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ചോദ്യം ചോദിക്കുന്ന ലാലേട്ടനും ഉത്തരം പറയുന്ന പിണറായിയും ഒരേ തിരക്കഥയുടെ ഭാഗമാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഭരണത്തിലെ പാളിച്ചകളെക്കുറിച്ചോ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ഈ അഭിമുഖത്തിൽ ഉണ്ടാകില്ലെന്നതും ഉറപ്പു തന്നെ. TK രാജീവ്കുമാറിനെ പോലുള്ള പ്രമുഖരെ വെച്ച് വൻ തുക ചെലവാക്കി ഒരുക്കിയ ഈ നാടകം ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള വെറും ഒരു ശ്രമം മാത്രം. പെൻഷൻ കൊടുക്കുവാൻ പണമില്ലാത്ത സർക്കാർ ലാലേട്ടനെ ക്ലിഫ് ഹൗസിൽ താമസിപ്പിച്ചു സൽക്കരിക്കുവാൻ മാത്രം കോടികളാണ് പൊടിക്കുന്നത്. ചോദ്യങ്ങൾ മുൻകൂട്ടി ഉറപ്പിച്ച ഈ നാടകം കണ്ട് കൈയടിക്കാൻ ഇത് പുലിമുരുകൻ സിനിമയല്ലെന്ന് മുഖ്യമന്ത്രി ഓർക്കണം. നേരത്തെ PR ഏജൻസികളെ ഉപയോഗിച്ച് അഭിമുഖങ്ങൾ വാങ്ങി പുലിവാലി പിടിച്ച പിണറായി ഇത്തവണ സിനിമാ താരത്തിന്റെ ജനപ്രീതി ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. 2 ദിവസം തിരുവനന്തപുരത്ത് ചിലവഴിച്ച് ലാലേട്ടൻ ഇത് ഷൂട്ട് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണെന്നതും വ്യക്തമാണ്. സർക്കാർ ചിലവിൽ വ്യക്തിപരമായ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിക്കുന്നതാണ്. എതിർക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന മുഖ്യമന്ത്രി താൻ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു സൂപ്പർ താരത്തെ തന്നെ കണ്ടെത്തിയത് കൗതുകകരവുമാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈ അഭിമുഖം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് വോട്ട് പിടിക്കാനുള്ള ഈ നീക്കം കേരളത്തിലെ ബോധമുള്ള ജനങ്ങൾക്ക് പുച്ഛിച്ചു തള്ളാനാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ PR ഏജൻസികൾ തയ്യാറാക്കിയ ഈ കസർത്ത് കണ്ട് ജനങ്ങളുടെ മനസ്സിലെ നീറ്റൽ മാറില്ല. പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാത്ത സർക്കാർ സൂപ്പർ താരത്തിന്റെ ഗ്ലാമർ കാണിച്ച് വോട്ട് പിടിക്കാമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. പ്രതിപക്ഷം ഓരോ ദിവസവും അഴിമതികൾ പുറത്തുവിടുമ്പോൾ ഇതിലൊന്നും മറുപടി പറയാതെ സെലിബ്രിറ്റികളെ കൂട്ടുപിടിച്ച് നന്മമരം ആകാനുള്ള ഈ ശ്രമം രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. ലാലേട്ടൻ വരുന്നു, ചോദിക്കുന്നു, പിണറായി ചിരിക്കുന്നു. ഇതുകൊണ്ട് മാത്രം തീരുന്നതാണോ കേരളത്തിലെ പ്രശ്നങ്ങൾ? ഈ അഭിമുഖം പുറത്തു വരുന്നതോടെ ടീസറിന് ലൈക്കടിക്കാൻ സൈബർ സഖാക്കൾ ഉണ്ടാകുമെങ്കിലും ബാലറ്റ് ബോക്സിൽ ജനങ്ങൾ നൽകാൻ പോകുന്നത് ഒറിജിനൽ ക്ലൈമാക്സ് ആയിരിക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.